പശ്ചിമേഷ്യയിൽ യുദ്ധമേഘങ്ങൾ കൂടുതൽ ഇരുണ്ടു കൂടിക്കൊണ്ടിരിക്കുകയാണ്. മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട US സൈനിക കേന്ദ്രങ്ങളിലൊന്നായ കുവൈറ്റിലെ ക്യാമ്പ് ബ്യൂറിങ്ങിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ലോകശക്തികളെ ഞെട്ടിച്ചിരിക്കുകയാണ്. അതിനൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഈ പ്രിസിഷൻ സ്ട്രൈക്കുകൾ അമേരിക്കയുടെ പ്രതിരോധ കവചങ്ങളെ ഭേദിച്ചുവെന്നത് വരാനിരിക്കുന്ന വലിയൊരു യുദ്ധത്തിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. കുവൈറ്റിലെ മണൽക്കുന്നുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ക്യാമ്പ് ബ്യൂറിംഗ് വെറുമൊരു സൈനിക താവളമല്ല, മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക നീക്കങ്ങളുടെ ഹൃദയമിടിപ്പാണ്. ഇറാഖിലേക്കും മറ്റ് അയൽ രാജ്യങ്ങളിലേക്കും നീങ്ങുന്ന അമേരിക്കൻ സൈനികർക്കും വാഹനങ്ങൾക്കും ആയുധങ്ങൾക്കും ആവശ്യമായ ഇന്ധനവും ഭക്ഷണവും സാങ്കേതിക സഹായവും നൽകുന്ന പ്രധാന കേന്ദ്രമാണിത്. ആയിരക്കണക്കിന് US സൈനികർക്ക് യുദ്ധമുഖത്തേക്ക് പോകുന്നതിന് മുൻപുള്ള അവസാനഘട്ട പരിശീലനം നൽകുന്നത് ഇവിടെയാണ്. ഇറാഖ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഈ താവളം തകർക്കുക വഴി മേഖലയിലെ US സൈനിക നീക്കങ്ങളെ പൂർണ്ണമായും നിശ്ചലമാക്കുക എന്ന തന്ത്രമാണ് ഇറാൻ പയറ്റിയത്. പുറത്തു വന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ ക്യാമ്പ് ബ്യൂറിങ്ങിലുണ്ടായ നാശനഷ്ടങ്ങളുടെ ഭീകരത വ്യക്തമാക്കുന്നുണ്ട്. ഇത് കേവലം ഒരു ബോംബാക്രമണമല്ല, മറിച്ച് അതീവ കൃത്യതയോടെ ലക്ഷ്യസ്ഥാനങ്ങൾ തിരഞ്ഞു പിടിച്ചുള്ള ആക്രമണമായിരുന്നു. വിമാനങ്ങൾ സൂക്ഷിക്കുന്ന വലിയ ഹാങ്കറുകൾ കടലാസ് പോലെ തകർന്നു കിടക്കുന്നു. മെയിന്റനൻസ് ഷെൽട്ടറുകളും വിതരണ ശൃംഖലകളും പൂർണ്ണമായും തകർന്നു. ബേസിലെ പവർ സ്റ്റേഷനും പവർ പ്ലാന്റും ലക്ഷ്യം വെച്ചുള്ള ആക്രമണം താവളത്തിലെ വൈദ്യുതി വിതരണത്തെ പൂർണ്ണമായും തകർത്തു. ഇത് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെയും പ്രതിരോധ റഡാറുകളെയും ബാധിച്ചിട്ടുണ്ടാകാം. സൈനികർ താമസിക്കുന്ന ബാരക്കുകൾ പലതും തകർന്നു തരിപ്പണമായി. സ്പോർട്സ് ജിം പോലുള്ള വിനോദ കേന്ദ്രങ്ങൾ പോലും ആക്രമിക്കപ്പെട്ടു എന്നത് ഇറാൻ എത്രത്തോളം ഉള്ളിലേക്ക് തുളച്ചു കയറി ആക്രമിച്ചു എന്നതിന് തെളിവാണ്. യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന കമാൻഡ് ഇൻഫ്രാസ്ട്രക്ചറിനും സാരമായ കേടുപാടുകൾ പറ്റി. ഈ ആക്രമണം ലോകത്തിന് നൽകുന്ന വലിയൊരു സന്ദേശം ഇറാന്റെ സൈനിക ശേഷിയാണ്. അമേരിക്കയുടെ ആധുനിക പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് കൃത്യമായി കെട്ടിടങ്ങളുടെ മുകളിൽ തന്നെ മിസൈലുകൾ പതിപ്പിക്കാൻ കഴിഞ്ഞത് ഇറാന്റെ ഡ്രോൺ മിസൈൽ സാങ്കേതിക വിദ്യയിലെ കുതിച്ചുചാട്ടത്തെയാണ് കാണിക്കുന്നത്. ഇതിനർത്ഥം മേഖലയിലെ മറ്റ് US താവളങ്ങളും ഇസ്രയേൽ പോലുള്ള സഖ്യകക്ഷികളും ഇപ്പോൾ ഇറാന്റെ നിരീക്ഷണ വലയത്തിലും പ്രഹരപരിധിയിലുമാണ് എന്നാണ്. ക്യാമ്പ് ബ്യൂറിങ്ങിന് നേരെയുള്ള ആക്രമണം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, ഇത് ലോക സാമ്പത്തിക ക്രമത്തെയും സുരക്ഷയെയും ബാധിക്കും. ഗൾഫ് മേഖലയിലെ സംഘർഷം ലോക വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. തങ്ങളുടെ സൈനിക കേന്ദ്രത്തിന് നേരെയുള്ള ഇത്രയും വലിയൊരു ആക്രമണത്തിന് അമേരിക്ക സൈനികമായി തന്നെ മറുപടി നൽകാൻ സാധ്യതയുണ്ട്. ഇതൊരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ മണ്ണിലെ അമേരിക്കൻ സാന്നിധ്യം ഇറാന്റെ ആക്രമണത്തിന് കാരണമാകുമോ എന്ന് ഭയപ്പെടുന്നു. ക്യാമ്പ് ബ്യൂറിങ്ങിൽ നിന്ന് ഉയരുന്ന പുക പശ്ചിമേഷ്യയുടെ അനിശ്ചിതത്വത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ ഇപ്പോൾ ആയുധങ്ങളിലൂടെ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. അമേരിക്കയുടെ ലോജിസ്റ്റിക് കരുത്ത് തകർക്കുക വഴി മേഖലയിലെ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഇനി ലോകം ഉറ്റുനോക്കുന്നത് വാഷിംഗ്ടണിൽ നിന്നുള്ള പ്രതികരണത്തിനാണ്. യുദ്ധത്തിന്റെ തീനാളങ്ങൾ അണയുമോ അതോ പടരുമോ എന്ന് വരും ദിവസങ്ങൾ തീരുമാനിക്കും.